എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് നമ്മളുടെ കുമരകം യാത്രയുടെ അവസാനത്തെ എപ്പിസോഡാണ്. ഇതിലാണ് ഞാൻ മുൻപ് പറഞ്ഞ കുറേ കിഡിലൻ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആരും മിസ് ചെയ്യരുത് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഇതിന് മുൻപത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടോ അടിപൊളി ഇങ്ങനെ ഓരോ റൂം, ഇങ്ങനെ സൂപ്പറാണ്. ഇങ്ങനെ റൂമുകൾ സൈഡിലേക്കുണ്ട്. നമുക്ക് ഈ റൂം നോക്കാം. നല്ല ലക്ഷറി റൂമാണ്. കണ്ട ബോട്ട് നീങ്ങി തുടങ്ങി. ശരിക്കും നല്ല രസമാണ് കേട്ടോ. നമ്മള് റൂമിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അല്ലേ ഫീൽ. സൂപ്പർ. നല്ല AC ഒക്കെ വെച്ചിട്ടുള്ള ബോട്ടാണ് കേട്ടോ. ലക്ഷറി ബോട്ടാണ്. അടിപൊളി കേട്ടോ. ഇങ്ങനൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സുഖാണെന്ന് അറിയാവോ. നോക്കിക്കേ, ബോട്ടിപ്പോ നീങ്ങി തുടങ്ങി. നല്ല ലക്ഷറി റൂമാണ്. ഈ വിൻഡോയിൽ കൂടി നമുക്കെല്ലാം കാണാം കാഴ്ചകള്. അവിടെ നിന്ന് ഒരു ബോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ നാട്ടില് ഇതുപോലെ നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ബാക്കിയുള്ള കാഴ്ചകള് ടോയ്ലറ്റിലൊന്നും കാണിച്ചു തരാം. എല്ലാ സൗകര്യവും നല്ല അടിപൊളി ടോയ്ലറ്റ് അല്ലേ. നമ്മുടെ ബോട്ട് അങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മളുടെ ഒപ്പം ഇരിക്കുന്നത് ആരാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ എങ്കിലും അറിയാത്തവരുണ്ടാവുമല്ലോ. നമ്മളെ ടെക്കിലെ രാജാവാണ് ഇപ്പം. കേരളത്തിലെ വമ്പൻ നമ്മൾ ഒരേപോലെ വന്നവരാണ്. നമ്മളൊക്കെ ഒരേ സമയത്ത് തുടങ്ങിയത് ഒരേപോലെ അല്ലെങ്കിലും സമയത്ത് തുടങ്ങിയത് ഞാൻ 5 വർഷം മുമ്പ് ഏകദേശം ഓൾമോസ്റ്റ് ഒരേപോലെ. എങ്ങനെ ഈ ഒരു അതായത് നമുക്ക് ഞാൻ ദുബായിലൊരു 10 വർഷത്തോളം ദുബായിലൊരു കമ്പനിയിൽ ശരി. അപ്പൊ അവിടെ വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഒരുവിധം ഒരു ഗ്രോത്ത് ആയി കഴിഞ്ഞു. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ജീവിക്കാനായപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരിക. അത് തെറ്റായിരുന്നു തീരുമാനം തോന്നുന്നുണ്ടോ? ഞാൻ പിന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ആരോഗ്യം. നമ്മുടെ ഈ വീഡിയോ ചാനലിലെ എക്യുപ്മെന്റ്സ് അത് തന്നെ ഒരുപാട് അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് റിസീവ് അങ്ങനെ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന സമയമാണ് ഈ തീരുമാനം എടുക്കുന്ന പോലെ ഒരു സാധനം. അതിനോട് പറയുന്നത് ആലോചിച്ച് സമയം കളയാതെ പെട്ടെന്ന് അങ്ങ് മേടിച്ചുകൂടെ. ഒരു ക്യാമറ എടുക്കാനായാലും മൈക്ക് എടുക്കാനായാലും. പക്ഷെ നമ്മൾ അത്രയും എടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞ പോലെ തീരുമാനങ്ങൾ. വൈഫ് പേരെന്താണ്? മുത്ത്. അടിപൊളി പേരാണല്ല. എല്ലാരും മുത്തേന്നല്ലേ വിളിക്കുന്നത്. എനിക്ക് ദേഷ്യം വന്നാലും മുത്തേനെ
മക്കൾ എത്ര പേരാണ്? മോളെന്ത് ചെയ്യുന്നത്? അതെ, ഫോൺ അല്ലാതെ വേറെ ഏതെങ്കിലും ഇലക്ട്രോണിക്കൽ ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാം ഫോണാണല്ലോ. ഫോണ്, ഹെഡ്സെറ്റുകൾ, പിന്നെ അതുപോലെ മ്യൂസിക് സിസ്റ്റങ്ങൾ, ഇയർഫോണുകൾ, അങ്ങനെ ഗാഡ്ജറ്റ് പരമായിട്ടുള്ള എല്ലാ മരുന്നും. കഴിഞ്ഞ ഓണത്തിന് ഉത്തരാടത്തിന്റെ അന്ന് ഞാൻ എങ്ങനെ മലയാളികൾക്ക് മുണ്ടെടുക്കാം ഇവിടെ വന്നിട്ടും എന്നെ പലരും തിരിച്ചറിയുന്ന ആ മുണ്ട് വീഡിയോയിലൂടെ പലരും കണ്ടിട്ടില്ല. അതെ, ഫ്ലൈറ്റിൽ പോയപ്പോഴത്തേക്ക് ഒരു കക്ഷിക്കാരൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു, എന്നോട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ടെക് വീഡിയോ ഒക്കെ ചെയ്യാം. ഞാൻ ടെക്കൊന്നും ഇങ്ങനെ കാണാറില്ല. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു മുണ്ടെടുക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അത് നിങ്ങളായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ലൊരിതാണ്. എന്തായാലും ഇത്രയും നേരം നമുക്കൊപ്പം ഇരുന്ന് സംസാരിച്ച ക്യാമറ ഓഫ് ചെയ്തിട്ട് ബാക്കി അതന്നെ, അവർക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഞാൻ. ബാക്കി എനിക്ക് വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇവിടത്തെ വിശേഷം. നമ്മൾ ഇന്നലെ അവിടെ എല്ലാവരും തിരക്കിലായി. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഹൗസ് ബോട്ടിൽ ഇരുന്നിട്ടാണ്. കായലിന്റെ എവിടെയോ ആണ് നമ്മളിപ്പോ. എവിടെയോ ഇരിക്കാണ് കായലില്. ഈ സ്ഥലം പറയാൻ പറ്റൂല, എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്നൊരു പോസ്റ്റിംഗ് ഉണ്ടായി, നമുക്ക് ഇത് കിട്ടൂല. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കരയ്ക്കടുത്തു. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി, സൂപ്പർ. കൊട്ടാരക്കപ്പൽ അല്ലേ? സിനിമ കൊള്ളായിരുന്നു, അടിപൊളി സിനിമ. ഇതാണ് ക്യാമറമാൻ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാ തരം ഫുഡും ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പരമാവധി എന്നാൽ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് നല്ലതായിട്ടാണ് തോന്നിയത്. ഞാൻ ഫുഡ് കാറ്റഗറി ആയതുകൊണ്ടാണ് എൻ്റെ കണ്ണ് എപ്പോഴും ഫുഡിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ വന്നൊരു നിമിഷം പോലും ബോറടിയോ എന്ന് തോന്നുന്നു. സമീറത്താം കിച്ചൺ ലോഗമൊക്കെ വിട്ട് 2 ദിവസം കുക്ക് ചെയ്യാതെ ഇവിടെ നിന്നു ഞങ്ങളുടെ കൂടെ ഈ ഒരു മൊമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ശരിക്ക് നല്ല ഒരു എൻജോയ്മെന്റ് ആണ് കിട്ടിയത്. കാരണം ഒരു ദിവസം എങ്ങനെ പോയി എന്ന് പോലും അറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ രാത്രി ഓരോന്നും അത്ര എന്ത് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ആസ്വാദ്യകരമായിരുന്നു. അതുപോലെ തന്നെ നല്ല നല്ല ഇൻഫർമേഷൻസ് ഇവരുടെ പല സെഗ്മെന്റിലൂടെ കിട്ടി. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ആരെയും ഒരു പരിചയം കുറവായിട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്തവരാണെന്നോ. താങ്ക് യു സോ മച്ച് സാലൂസ് കിച്ചൺ ഈ ഒരു പരിപാടിയിൽ വന്നതിനും ഞങ്ങളോട് കൂടെ സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ തന്നതിനും. സ്മോക്കിയാണ് അത് വണ്ടിയുടെ പുക ഉദ്ദേശിച്ചത്. പക്ഷെ ഈ പുക വലിക്കണവരൊക്കെ എന്നെ മറ്റർത്ഥത്തിൽ ശരിക്കും എന്റെ ചാനലിൽ ഒരു ബൈക്ക് പ്രാന്തം നടന്നു. അപ്പൊ എനിക്ക് ഓരോ ആൾക്കാരെ കേരളത്തിന് പുറത്ത് പരിചയപ്പെടുത്താൻ പറഞ്ഞില്ല. അവർക്ക് അറിയില്ലല്ലോ എന്താണ്ട് പറഞ്ഞുള്ള വാക്ക് പോലും പേര് മാറ്റിയത്. അത് അതിലും വലിയ പണി. കണ്ടേര് സന്തോഷം. നല്ല രസമുണ്ടല്ലേ? അതിന്റെ ഡോർ തുറക്കുന്നുണ്ടോ? ഇപ്പുറത്തെ സൈഡിലാണ് അല്ലേ? എന്റെ റബ്ബേ, ഇതെന്താ കല്യാണം വണ്ടി ആക്കി കൊണ്ടുവന്നിരിക്കണം. എന്റെ റബ്ബേ, ഇതെന്തോ നമ്മൾ കൊണ്ടുവന്ന വണ്ടിയല്ലേ? ഇത് വെച്ച്
വെച്ചിട്ട് നമ്മളിനി എങ്ങനെ കൊണ്ടുപോകും? വണ്ടിയുടെ കോലൊക്കെ ഉണ്ട്. ഇവര് ഓഫ് റോഡിന് പോയതാണ്. രാവിലെ ഓഫ് റോഡിന് പോണെന്ന് പറഞ്ഞില്ലേ? ആ ഓഫ് റോഡിന് പോയിട്ട് വന്ന കോലാണ്. ശിശു ഇത് നോക്ക്, അത് നോക്ക്. റോൾസ് റോയ്സ് എന്റെ ഫ്രണ്ടിലേക്ക് എന്താണ് ഇത് കണ്ടാ നിങ്ങള് ഈ വണ്ടിയുടെ ഒരു അവസ്ഥ എന്തായാലും വല്ലാത്ത അവസ്ഥയായി. വണ്ടിയുടെ കോല നോക്കിയേ, പുതിയ ഡിസൈൻ ചെയ്തണക്കായി. ഫസ്റ്റ് നമ്മുടെ ജോലി ഇനി വണ്ടി ഒന്ന് വൃത്തിയാക്കാം. രാവിലെ ഓഫ് റോഡിന് കൊണ്ടുപോയവർ തന്നെ നമുക്ക് വണ്ടി കഴുകാനുള്ള സൊല്യൂഷനുമായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി കണ്ടാ ഇപ്പൊ എത്ര ഇതിപ്പം വണ്ടിയുടെ കോലമായിട്ട് തിരിച്ചു വന്നില്ല. കളർ തിരിച്ചറിഞ്ഞു. ഇത്രയും നേരം ശരിക്കും ഈ വണ്ടി കണ്ട് ഇവര് സൽമാൻ വണ്ടി ഞങ്ങളെ എടുക്കാനായിട്ട് വന്നപ്പോ തന്നെ അവിടെ ഉള്ളവരിങ്ങനെ അതിശയിച്ച് കണ്ണു നട്ടിരിക്കുകയായിരുന്നു ഈ വണ്ടിയുടെ കോലം കണ്ടിട്ട്. പക്ഷെ ഇപ്പൊ നല്ല കുട്ടപ്പനായിരിക്കാണ്. ഇത് കണ്ട് ഇത് നമുക്ക് ഈ കോലത്തിൽ കൊടുത്താൽ ഒരു ഞെട്ടുമില്ല. മറ്റേത് കൊടുത്തിരുന്നെങ്കിൽ വണ്ടി ഒന്നാരും ഞെട്ടു തന്നെ. അപ്പൊ ശരി, കാണാം. തീർച്ചയായും കാണും. യെസ്. ഉമ്മ ചോദിച്ച വെള്ളം ഉണ്ട് ഇതാ ഫ്രണ്ടില്. കൊള്ളാല്ലേ വെള്ള? നമ്മളിപ്പോ ഓടിച്ചോണ്ടിരിക്കുന്ന ഫോർഡ് ഇന്ത്യന്റെ വെള്ള കളർ വെള്ളയായിരുന്നു എങ്കിൽ തിരിച്ചറിയുമ്പോ ഈ കളറാവും. അപ്പൊ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പൊ ഈ CCOKയുടെ ഈ ഒരു പരിപാടിക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചത് ചെറിയൊരു ഫോർമൽ പ്രോഗ്രാം, കുറച്ചു പേര് കാണും, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ചെറിയൊരു പരിപാടിയല്ല, വലിയ ഒരു മെഗാ പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. കുറെ കൊല്ലങ്ങളായിട്ട് ഈ സംഘടന വളർന്നു അങ്ങനെ അതിന്റെ ഒരു 8ാമത്തെ 10ാമത്തെ പരിപാടി നടത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ കാണാൻ കഴിഞ്ഞത് അല്ലേ? ആദ്യത്തെ പരിപാടി തന്നെ ഭയങ്കരം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അത് ഒരു കുറ്റം പോലും ആർക്കും പറയാനില്ല. ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി, ആ മികവ് അത് കാണാൻ പറ്റി. എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി നല്ല ഒരു എന്ത് പറയാൻ അവരുടെ ആ ഒരു എല്ലാരും അവിടെ വന്ന എല്ലാരും തൃപ്തരായിരുന്നു. അതാണ് മെയിൻ സംഭവം. അവിടെ ആ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോ എന്തായിരുന്നു എല്ലാരും പറഞ്ഞത്? അതാണ് ശരിക്കും പറഞ്ഞ എല്ലാരും വന്നവരൊക്കെ ഫീഡ്ബാക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പരിപാടി പെട്ടെന്ന് കഴിഞ്ഞതുപോലെ അതുപോലെ പിരിയുന്നതിൽ പലർക്കും സങ്കടം, വിഷമം. എനിക്കും സത്യം പറഞ്ഞ വിഷമം തോന്നി കേട്ടോ. നിന്റെ പോലത്തെ അഭിപ്രായമാണ് പലർക്കും വന്നപ്പോഴേ. ഇങ്ങനൊന്നും ആണെന്ന് ചിന്തിച്ചത് പോലും ഇല്ല. അവിടെ അവര് പറഞ്ഞത്, ആര് പറഞ്ഞത്? അവര് പെട്ടി പോലെ ഇറക്കി വെച്ചില്ല. അജു സരിതയെ പറഞ്ഞത്. എല്ലാവരും അങ്ങനെ കരുതിയ, പക്ഷെ ഇവിടെ വരുമ്പോഴേക്ക് ശരിക്കും അത് അതിനെയൊക്കെ മാറ്റി മറിക്കുന്ന രീതിയിൽ ഇത് കേൾക്കുമ്പോ എന്താ സങ്കടം വരാൻ പോണാക്കുന്നറിയോ? പലർക്കും പല അസൗകര്യങ്ങൾ കാരണം വരാൻ സാധിക്കാത്തവര് ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ അവരുടെ ഈ അടുത്ത പരിപാടികൾ വരുമ്പോ ഇനിയിപ്പോ ഇവരുടെ ഈ പറഞ്ഞ മാതിരി വരുന്ന കൂട്ടായ്മകളില് പങ്കെടുക്കാത്തവർക്കൊക്കെ പങ്കെടുക്കാം. വളരെ നല്ല എന്ന് പറയാൻ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളിൽ തീരുന്നതല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും കുറെ പേരെയൊക്കെ നമുക്ക് മുന്നേ അറിയാം, യൂട്യൂബേഴ്സിനെയൊക്കെ. പിന്നെ പുതുതായിട്ട് അവിടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് കണ്ടൊരു വ്യത്യാസം കണ്ട, ചെറിയ യൂട്യൂബേഴ്സ് വരെയുണ്ട്. 300 സബ്സ്ക്രൈബർ ഉള്ളവർ മുതല് 4-5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരെ. ആർക്കും അതിന്റെ ഒരു കോംപ്ലക്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു ജാടയോ ഒന്നും എല്ലാം ഒരുപോലെ അവരെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും ഒരേപോലെ തന്നെ. അതായത് അവിടെ സബ്സ്ക്രൈബർ കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവോ അല്ല മാനദണ്ഡം. അവർ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ, നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കുന്നു, ആ ഒരു മാനദണ്ഡത്തിന്റെ പേരിൽ യോജിച്ച ഒരു കൂട്ടായ്മ. അതാണ്.
അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം 3:45 മണിയായിരിക്കാണ്. അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സുൽത്താനും വിഷമമുണ്ട്, നാളെ പരീക്ഷ ആയോണ്ട്. സുൽത്താന് നാളെ എക്സാം ആണ്, സെമസ്റ്റർ എക്സാം ആണ്. അപ്പൊ ഇന്നത്തെ ഈ നമ്മളുടെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നല്ല റെസിപ്പിയോ അല്ലെങ്കിൽ വ്ളോഗോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇങ്ങോട്ട് വന്നപ്പം സുൽത്താനാണ് ഉറങ്ങിയെങ്കിൽ അങ്ങോട്ട് പോയപ്പോ അങ്ങോട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുമ്പോ അത് ഉറങ്ങുന്ന ആളായിരുന്നുണ്ടോ റിസ്വാൻ. സുൽത്താന് നാളെ എക്സാം ആയതുകൊണ്ട് ക്ലാസ് നടക്കാം. ഇതിനിടയിൽ നിസാർക്ക് ഒരു പാക്കറ്റ് അച്ചപ്പം വാങ്ങിക്കൊണ്ട്. അപ്പോ അച്ചപ്പം എങ്കിൽ അച്ചപ്പം വാങ്ങിക്കണ വീഡിയോ. അപ്പം ഇതുണ്ടാക്കണതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാമേ. ഇതാണ് നമ്മളിപ്പോ ചടയമംഗലം ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ജഡായി പാറ. അവിടെയാണ് മറ്റേ വലിയ ശില്പം ഉള്ളത്. വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടല്ലേ, അതാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഫങ്ഷണൽ സ്കൾപ്ചർ, അങ്ങനെ എന്തോ ആണ് എന്റെ പേര്. എനിക്ക് കറക്റ്റ് ക്ലാസിഫിക്കേഷൻ മറന്നുപോയി. നമ്മൾ അതെ, അതൊരു മ്യൂസിയമോ അങ്ങനെ എന്തോ, മ്യൂസിയമോ തിയേറ്റർ അങ്ങനെ എന്തോ ആണ് അല്ലെ സെൽഫ്. നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. കാണാത്തവർക്ക് ഒന്നെങ്കിൽ സലു കിച്ചൺ ജഡായി പാറ എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ ശ്രമിക്കാം. 45-50 കിലോമീറ്റർ ഉണ്ട് ട്രിവാൻഡ്രത്തേക്ക്. ഇടയ്ക്ക് നമ്മൾ വീണ്ടും യാത്ര ചെയ്താലും നമ്മളെ സമയത്ത് ആഹാരം കഴിക്കണം, അത് നിർബന്ധമാണ്. നമുക്ക് നിർബന്ധമാണ്. ചായ കുടിക്കാനുള്ള ടൈം, ചായ ലേറ്റ് ആയി ഓൾറെഡി. ഞങ്ങൾ കഴിക്കാൻ കൊഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത് ഒരു പ്ലേറ്റ് കൂടെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ പ്ലേറ്റ് കൊഞ്ച്. ഹലോ, അങ്ങനെ ഇപ്പോ നമ്മൾ വീടെത്താറായി. ഇനി ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് വീടെത്താനായിട്ട്. അപ്പൊ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് യാത്ര ചെയ്ത അനുഭവം. യാത്ര ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി കേട്ടോ. കാരണം ഇത്രയും ദൂരം പോയതായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നമ്മള് സാധാരണ എന്ത് പറയാൻ ലോങ് ജേർണി വരുമ്പോൾ നമ്മൾ ടയേർഡാണ്. ഇന്ന് പക്ഷെ നല്ല ടയേർഡൊന്നുമില്ല. അൽഹംദുലില്ലാ എല്ലാം നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നല്ല ഒരു ജേർണിയാണ് നമുക്ക്. വേറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞു. വണ്ടിയുടെ 4x4 ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് ആ വീഡിയോ പോസ്റ്റ് ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓഫ് റോഡിനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ഒരു ഫീച്ചർ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഇതിൽ പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഈ പാരലൽ പാർക്ക് ചെയ്യൂല്ലേ, അപ്പൊ അതിനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് നെക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ കറക്റ്റ് പാർക്കിംഗ് സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ആക്സിലേറ്ററും ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത് തരും. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് സുൽത്താനും റിസ്വാനും പറയാനുണ്ടാവും. ഒരു ബെഡ് സ്പേസ് കിട്ടും. നല്ല സുഖമായിട്ട് ഉറങ്ങി ബാക്കില്. എല്ലാരും ഫ്രണ്ട് സീറ്റിന് വേണ്ടിയാണ് ഇടി, ഇവിടെ ബാക്ക് സീറ്റിന് വേണ്ടിയാണ് അടി. അപ്പൊ നമുക്ക് ഈ വണ്ടി ഹാരിഫോർഡിൽ നിന്നാണ് നമ്മൾ ലീസ് ചെയ്തെടുത്തത്. അപ്പം അവർക്ക് സ്പെഷ്യൽ താങ്ക്സ്. എന്തായാലും വളരെ നല്ലൊരു അനുഭവമാണ്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇപ്പൊ സമയം 14-ാം തീയതി 11 മണിയാവാൻ 10 മിനിറ്റ്.